കോൺഗ്രസ് വിട്ട് വിമതർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന NCPI-യിൽ ലയിക്കാൻ നീക്കം നടത്തുകയാണ്. സഭയിൽ BJP നേതൃത്വത്തിലുള്ള NDAക്ക് പിന്തുണ നൽകുമെന്ന് വിമത വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന കകോളി ഘോഷ് ദസ്തിദാർ പറയുന്നു. ലോക്സഭയിൽ തൃണമൂലിന്റെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനാണ് വിമതർ ആദ്യം ആലോചിച്ചതെങ്കിലും നിയമപ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് NCPI-യുമായുള്ള ലയന നീക്കത്തിന് വിമതർ ഒരുങ്ങുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരു കോമാളി നാടകമായി മാറിയെന്നാണ് മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ MP-യുമായ കപിൽ സിബൽ വിമത തൃണമൂൽ ജനപ്രതിനിധികളുടെ കൂറുമാറ്റം സംബന്ധിച്ച് പ്രതികരിച്ചത്. ജനപ്രതിനിധികൾക്ക് നിയമപരമായി സ്വന്തം നിലയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ലയിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സിബൽ വിമതരെ അടിയന്തരമായി അയോഗ്യരാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരു കോമാളി നാടകമോ? ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭീതമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അധികാര രാഷ്ട്രീയ മത്സരം ജനാധിപത്യത്തിൽ സ്വാഭാവികമാണെങ്കിലും വ്യവസ്ഥയുടെ അടിസ്ഥാന മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് പകരം അധികാര കൊതിയും പണസ്വാധീനവും ഇന്ത്യൻ ജനാധിപത്യത്തെ എത്രത്തോളം ഗ്രസിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ബംഗാളിലെ വിമതരുടെ അനുഭവങ്ങൾ നൽകുന്നത്. 2 മണിക്കൂർ കൊണ്ട് ആരെയും BJP-യിൽ എത്തിക്കാനാകുമെന്ന ആന്ധ്രാപ്രദേശിലെ പാർട്ടി നേതാവും MP-യുമായ CM രമേശിന്റെ പ്രസ്താവന സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കൂട്ടി വായിക്കാനാവുന്നതാണ്. തൃണമൂൽ MP-മാരെ അടർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ് CM രമേശ്. അധികാര ലഹരിയും വാരിക്കൂട്ടിയ സമ്പത്തിന്റെ ആളഹന്തയും ആ പ്രസ്താവന വെളിവാക്കുന്നുണ്ട്. 2014-ൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ തിരഞ്ഞെടുപ്പുകളുടെ ജനവിധിയെ BJP പണസ്വാധീനത്താൽ തിരുത്തുന്നത് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കിയും MLA-മാരെ വിലയ്ക്ക് വാങ്ങിയുമാണ്. ED പോലുള്ള അന്വേഷണ ഏജൻസികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വരെയും അവർ ചട്ടുകമാക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് SIR-ലൂടെയും EVM-ലൂടെയും ജനവിധിയെ അട്ടിമറിച്ചു എന്ന ആരോപണങ്ങളും ഉയർന്നത്. തൃണമൂലിന്റെ 28 ലോക്സഭാ MP-മാരിൽ 20 പേരാണ് നിലവിൽ വിമത ചേരിയിലുള്ളത്. എന്നാൽ 2 MP-മാർ കൂടി എത്തുമെന്ന് വിമതർ അവകാശപ്പെടുന്നുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത നേരിടാതിരിക്കാനാണ് ഇവർ NCPI-യിൽ ലയിക്കാൻ തീരുമാനിച്ചത്. നിയമപ്രകാരം 2/3 ഭൂരിപക്ഷം MP-മാർ മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാൽ അവർക്ക് അയോഗ്യത നേരിടേണ്ടി വരില്ല. അതേസമയം ഒരു നിയമസഭാ കക്ഷിയിലെ വിമതർക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ലയിക്കാൻ കഴിയില്ലെന്നും ഇവരെ അയോഗ്യരാക്കണമെന്നും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മമതയുടെ വിശ്വസ്തനും മുതിർന്ന MP-യുമായ സുദീപ് ബന്ദോപാധ്യായും വിമതർക്കൊപ്പമാണ്. ലോക്സഭയ്ക്ക് പുറമെ പശ്ചിമ ബംഗാൾ നിയമസഭയിലും തൃണമൂലിന് സമാനമായ തിരിച്ചടി നേരിട്ടിരുന്നു. ആകെയുള്ള 80 MLA-മാരിൽ 60 പേരും പാർട്ടി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്താക്കപ്പെട്ട നേതാവായ ഋതബ്രത ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിൽ വൻ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച തൃണമൂൽ കോൺഗ്രസിലെ 20 വിമത MP-മാർ ചേർന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ NCPI ഏതാണ് എന്ന അന്വേഷണത്തിലാണ് എല്ലാവരും. അസം, ത്രിപുര, ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള പാർട്ടിയാണ് NCPI. 2023-ലെ ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിലും അവർക്ക് അവിടെ യാതൊരു ചലനവും ഉണ്ടാക്കാനായിരുന്നില്ല. 2023 ജനുവരി മാസത്തിൽ ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് NCPI തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത്. പശ്ചിമ ബംഗാൾ കേന്ദ്രമായാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും പാർട്ടി ആദ്യമായി ജനവിധി തേടാൻ തിരഞ്ഞെടുത്തത് ത്രിപുരയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ പ്രകാരം പാർട്ടിയുടെ രജിസ്റ്റർ ചെയ്ത വിലാസം ബംഗാളിലെ ഹൗറ ജില്ലയിലുള്ള ബാനിപൂർ പ്രദേശത്താണ്. പാർട്ടിയുടെ ആകെ സംഭാവന വെറും 1.13 ലക്ഷം രൂപയും. ഉത്തിയ കുണ്ഡു പ്രസിഡന്റും ഭാര്യ ശേവ്ലി കുണ്ഡു പാർട്ടിയുടെ സെക്രട്ടറിയുമാണ്. ശേവ്ലി ഇതേ വിലാസത്തിൽ തന്നെയുള്ള ബിശ്വ ബസാർ പ്രൈവറ്റ് ലിമിറ്റഡ്, പശ്ചിമ ബംഗാൾ അസംഗീത മഹിളാ കർമ്മി അസോസിയേഷൻ ഈ സംഘടനകളുടെ ഡയറക്ടർ കൂടിയാണ്. കൂടാതെ പാർട്ടിയുടെ പ്രസിഡന്റായ ഉത്തിയ കുണ്ഡു സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രം മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളതും ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ കൂറുമാറ്റക്കാരെ നിരസിക്കുക, ഇതാണ് NCPI-യുടെ മുദ്രാവാക്യം എന്നതാണ് രസകരം.
ഈ പാർട്ടിയിലേക്കാണ് ഇപ്പോൾ ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ 2/3 ഭാഗത്തോളം വരുന്ന വലിയൊരു വിഭാഗം വിമതർ കൂട്ടത്തോടെ ചേക്കേറുന്നത്. ത്രിപുര ട്രൈബൽ ഏരിയാസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ മേഖലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്രവർഗ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി രൂപീകരിച്ചതെന്ന് NCPI നേതാവ് ശന്തനു ഡേ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 2023 ത്രിപുരയിൽ മത്സരിച്ച പാർട്ടിയുടെ പ്രകടനം അതീവ ദയനീയമായിരുന്നു. 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിലും 4 പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ചൌമാനുവിൽ 536 വോട്ടും കൈലാസഹറിൽ 286 വോട്ടും ഉൾപ്പെടെ ആകെ 822 വോട്ടുകൾ മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചത്. അംബാസയിൽ പാർട്ടി പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച കൃഷ്ണകുമാർ ദേബർമമ്മയ്ക്ക് 376 വോട്ടുകളും ലഭിച്ചു. തിരഞ്ഞെടുപ്പിനു ശേഷം നേതാക്കൾ ഓഫീസ് പൂട്ടി ബംഗാളിലേക്ക് മടങ്ങിയെന്നും പിന്നീട് തങ്ങളുമായി ഒരു ബന്ധവും പുലർത്തിയില്ല എന്നും ത്രിപുരയിലെ NCPI മുൻ സ്ഥാനാർത്ഥികളായ ജഹാംഗീർ അലി, ബർജേദ ത്രിപുര എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ലയനം കേവലം ഒരു താൽക്കാലിക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്നും ഭാവിയിൽ പാർട്ടിയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും തങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു. ഇതിനുവേണ്ടി കോടതിയെ സമീപിക്കാനാണ് വിമതരുടെ തീരുമാനം. ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം തിരഞ്ഞെടുപ്പുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസവും ഭരണഘടനാപരമായ ധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ട ഒരു അതിപ്രധാനമായ വ്യവസ്ഥിതിയാണ്. എന്നാൽ പണസ്വാധീനവും അധികാര കൊതിയും ഉപയോഗിച്ച് ജനവിധിയെ അട്ടിമറിക്കുന്ന ഇന്നത്തെ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത്. കൂറുമാറ്റങ്ങളും പാർട്ടി പിളർപ്പുകളും രാഷ്ട്രീയ കച്ചവടങ്ങളും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവ് കാഴ്ചകളായി മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പിന്നാമ്പുറ ഇടപാടുകളിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിജയമല്ല, മറിച്ച് ജനവിധിയോടുള്ള അനാദരവാണ്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ജനവിധി വിശുദ്ധമായി കണക്കാക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രതീക്ഷയുണ്ടാവുകയുള്ളൂ. അതിന് രാഷ്ട്രീയ പാർട്ടികളും ഭരണഘടനാ സ്ഥാപനങ്ങളും ജനങ്ങളും ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ജനാധിപത്യം മരിക്കുന്നത് ഒരൊറ്റ ദിവസത്തിലല്ല, കാലക്രമേണ അതിൻ്റെ മൂല്യങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുമ്പോഴാണ്. അധികാരക്കൊതിയുടെ ഈ കോമാളി നാടകങ്ങൾ ജനം തിരിച്ചറിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.